നീ രക്ഷപ്പെടും. സ്തോത്രം. ഒന്നുകിൽ ന്യായവിധി അല്ലെങ്കിൽ നിത്യത. സ്തോത്രം. ന്യായവിധിയിലേക്ക് പോകണമെങ്കിൽ ദൈവപരിജ്ഞാനത്തിൽ നടക്കേണ്ട ആവശ്യമൊന്നും, സ്തോത്രം, വചനപ്രകാരം ജീവിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നിത്യതയിൽ പോകണമെങ്കിൽ ഇവിടത്തെ ഈ സ്തോത്രവും സ്തോത്രവും കൊണ്ടൊന്നും പോവില്ല. അവിടെ നമ്മൾ, സ്തോത്രം, അവിടെ നമ്മൾ ഭക്തരായി ജീവിച്ചേ പറ്റും. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ. ചിലരൊക്കെ മതിലൊക്കെ പണിത് വെച്ചിട്ട് പറയുന്നു, ഈ മതിലിനകത്ത് ആ ഗേറ്റിലൊരു പട്ടിയുണ്ട്, സൂക്ഷിക്കുക. സ്തോത്രം. ഞാനിന്ന് അവൻ പേരുക്കട തങ്കമ്മ സ്റ്റേഡിയത്തിന്റെ അവിടെ തൊട്ടടുത്തൂടെ കടന്നുപോയി. അവിടെ ഒരു ഓട്ടമായിട്ട് പോയപ്പോഴും ഒരു നല്ല ഇരുനില കെട്ടിടം, ഗേറ്റെല്ലാം തുരുമ്പെടുത്ത് കിടക്കുന്നു, വാതിലൊക്കെ ഒന്ന് രണ്ട് വാതിൽ ജനലൊക്കെ പൊളി കിടക്കുന്നുണ്ട്. നല്ല വലിയൊരു കെട്ടിടമാണ്, നല്ല കണ്ണായ സ്ഥലത്താണ് ഭവനം എല്ലാം ഉള്ളത്. ആ ഗേറ്റിൽ എഴുതിച്ചിരുന്നു പട്ടിയോട്ട് സൂക്ഷിക്കുക. സ്തോത്രം. അവിടെ ആൾപ്പാർപ്പേ ഇല്ല. സ്തോത്രം. ആള് പാർക്കാത്തിടത്ത് നല്ല വാതിലെല്ലാം ഇല്ല, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീട്ടിലെ ഗേറ്റിലും പട്ടിയുണ്ട്, സൂക്ഷിക്കുക. അവൻ ഹല്ലേലൂയ. അവിടെ നിന്ന് എന്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, പട്ടിയോട് സൂക്ഷിക്കുക. സ്തോത്രം. അപ്പോഴാണ് പുള്ളിക്കര നോക്കിയിട്ട് പറഞ്ഞ, ഈ വീട്ടിലും പട്ടിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഒരു പട്ടിയെ വളർത്തേണ്ട ആവശ്യമില്ല. സ്തോത്രം. ദൈവം പണിത മതിലിന്റെ പേര് രക്ഷയെന്ന. സ്തോത്രം. രക്ഷ എന്ന മതിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് സുരക്ഷിതമായി കിടന്നതാണ്. സ്തോത്രം. സുരക്ഷിതമായി പാർക്കാം. ഹല്ലേലൂയ. ഈ നിന്റെ ദേശത്തെ സാഹസം നീ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ ദേശത്ത് നിന്ന് സ്തോത്രം ശൂന്യതകൾ മാറിപ്പോകുകയാണ്, പ്രശ്നങ്ങൾ മാറിപ്പോകുകയാണ്, കുടുക്കുകൾ മാറിപ്പോകുകയാണ്, ആപത്തുകൾ മാറുകയാണ്, കെണികൾ മാറുകയാണ്, വല്ലാത്ത ഓലകൾ മാറുകയാണ്. പകരമായി രക്ഷ എന്ന മതിൽ സ്വർഗ്ഗം പണിതു വെക്കുക. യേശുവിന്റെ നാമത്തിൽ രക്ഷ എന്ന മതിൽ ഇന്ന് രാത്രി സ്വർഗ്ഗം പണിതു വെക്കുക. ആരാധിക്കുന്ന ദൈവമേ, രക്ഷിക്കപ്പെട്ട ദൈവമേ, ഹല്ലേലൂയ. ദൈവപരിജ്ഞാനത്തിൽ ജീവിക്കുന്ന ദൈവമേ, നിന്റെ മതിലിന്റെ പേര് രക്ഷ എന്നാണ്. ഈ ഒന്നിനെ ഭയക്കേണ്ട ആവശ്യമില്ല. പേടി കൂടാതെ നിർഭയമായി പാർക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിനക്കൊരു മതിൽ പണിതു വരിക. അത് രക്ഷ എന്ന മതിലിന്റെ പേര്. ഇന്ന് രാത്രി ആ മതിലിനകത്ത് ഒരു വാതിലുണ്ട്. ആ വാതിലകത്തെ ക്രിസ്തു. ഹല്ലേലൂയ. ആ വാതിലൂടെ കടക്കുന്നത് രക്ഷയുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ ക്രിസ്തു ആരുടെ വാതിലൂടെ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വമേ, സ്വർഗം നിന്നെ മാറി വിളിക്കുക. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഇന്ന് രാത്രി രക്ഷ എന്ന മതിൽ നിനക്ക് വേണ്ടി സ്വർഗം പണിതു വെച്ചിരിക്കുക. ഈ രക്ഷ എന്ന മതിൽ നിനക്കുള്ളത് കൊണ്ട് നീ ഇനി ഒരിക്കലും ആപത്ത് അനർത്ഥങ്ങളിൽ അവ കുടുങ്ങിപ്പോകില്ല. ഒരു കള്ളനും നിന്റെ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുകയില്ല. അവൻ അടുത്ത ഭാഗം വായിച്ചോട്ടെ. നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്ന പേർ പറയും. സ്തുതി എന്ന പേർ പറയും. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്ന പേര് പറയും. മതിൽ രക്ഷയും വാതിൽ സ്തുതി എന്ന പേര് പറയും. സ്തോത്രം. ഗിലീഫിന്റെ വീടെന്ന് പറയുന്നേക്കാൾ ഉപരി ആ രക്ഷയുടെ മതിലുള്ള ഗിലീഫിന്റെ വീട്. സ്തോത്രം. വാതിൽക്കൽ വന്ന് നോക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ പറയുക, സ്തുതി എന്ന വാതിൽ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ, ദൈവപരിജ്ഞാനമുള്ളവന്റെ വാതിൽ സ്തുതി എന്നായിരിക്കുമെങ്കിൽ, സ്തുതി എന്ന് പറഞ്ഞാൽ അത് നന്ദി പ്രകടിപ്പിക്കുക, കീർത്തനമെന്നാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അവൻ നിങ്ങളെ കുറിച്ചുള്ള അപവാദങ്ങൾ പറഞ്ഞ ശത്രു പറയും, ആമേൻ, ആ ഭവനത്തിൽ നിങ്ങൾ ഹല്ലേലൂയ പോകുകയാണ് എങ്കിൽ അവിടെ സ്തുതി എന്നാണ്, അവിടെ രക്ഷ എന്നാണ്. സ്തോത്ര. ഹല്ലേലൂയ. നിന്റെ നാമം കൊണ്ട് ഹല്ലേലൂയ അവൻ നിരവധി പേർ നിന്നെ ഹല്ലേലൂയ അപവാദം പറഞ്ഞവരൊക്കെ പറയുന്നു, അവരെ കടന്നു പോകരുത്, അവർ പ്രാർത്ഥിക്കുന്നവളാ, അവർ ആരാധിക്കുന്നവളാ, രക്ഷയുടെ അതിലുള്ളവളാണ്, സ്തുതിയുടെ വാതിലുള്ളവളാണ്, അവൾ അടുക്കൽ ചെന്ന ഗൗരവറിയും ദൈവം അറിയിക്കാറുന്നില്ല. ഒരു ശത്രുവിന്റെ അടുക്കലേക്ക് വരത്തില്ല. അത് രാത്രി ശത്രുക്കളുടെ യേശു ഒരുക്കുന്ന ദൈവം അത് നന്മയും
Praise the Lord. യേശുവിന്റെ നാമത്തിൽ ആമേൻ. കൃപ 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 യേശുവിന്റെ നാമത്തിൽ ആമേൻ. സഭാപ്രസംഗി ആമേൻ 10:8 വായിക്കാം. യേശുവിന്റെ നാമത്തിൽ. കുഴി കുഴിക്കുന്നവൻ ശ്രദ്ധിക്കണേ. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. ആമേൻ. സ്തോത്രം. എനിക്ക് നിങ്ങൾക്കും വേണ്ടി ചില കുഴി കുഴിച്ചവൻ. സ്തോത്രം. ആ കുഴിക്കകത്ത് സ്തോത്രം ആമേൻ എന്നുടെയും നിങ്ങളുടെയും നാശം കാണുവാൻ ആഗ്രഹിച്ച് ശത്രു കുഴിച്ചു വെച്ച ചില കുഴികളുണ്ട്. നമ്മൾ അറിയാതെ കുഴിച്ച കുഴി. ഇടത്തോട്ട് തിരിച്ചാലും കുഴി വീഴും, വലത്തോട്ട് തിരിഞ്ഞാലും കുഴിയിൽ വീഴും. സഭാപ്രസംഗി 10:8-9. സ്തോത്രം. നിങ്ങളത് വാഗ്ദത്തം അടിവരയിട്ടങ്ങ് തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കുഴി കുഴിക്കുന്നവൻ സ്തോത്രം ഏതിൽ വീഴും? അവൻ കുഴിച്ച കുഴി വീഴും. അവനിനെ കള്ളക്കുഴി കുഴിച്ചാലും എത്ര ആഴത്തിൽ കുഴിച്ചാലും അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ. സ്തോത്രം. നമ്മളെ വീഴ്ത്താനാണ്, നമ്മളെ നശിപ്പിക്കുവാനാണ്, നമ്മളെ ദേശം വിട്ട് ഓടുന്നതിന് വേണ്ടിയാണ് നമ്മുടെ തലമുറകളും നമ്മളും ആ കുഴിക്കകത്ത് വീണ് ശ്വാസം മുട്ടി ചാകണമെന്ന് അവൻ ആഗ്രഹിച്ചു. അവൻ കുഴിച്ച കുഴി അത് പൊട്ടക്കിണറായിരിക്കാം, പൊട്ടക്കുഴിയായിരിക്കാം, വെള്ളമുള്ളതായിരിക്കാം, വെളിച്ചമുള്ളതായിരിക്കാം, ഇരുട്ടുള്ള ഏതോ ഒരു കുഴി. സ്തോത്രം. ആ കുഴിക്കകത്ത് അവൻ കുഴിച്ച കുഴിക്കകത്ത് അവൻ തന്നെ വീഴും. സ്തോത്രം. എനിക്കും നിങ്ങൾക്ക് വിരോധമായി ശത്രു കുഴിച്ച കുഴിക്കകത്ത് അവൻ വീഴും. സ്തോത്രം. നമ്മൾ ആരെയും തള്ളുകയും വേണ്ട. സ്തോത്രം. തല്ലുകയും വേണ്ട, തള്ളുകയും വേണ്ട, ഒന്നും ചെയ്യേണ്ട, ശാസിക്കേണ്ട ഒന്നും വേണ്ട. ദൈവം പറയുന്നത് നീ കുഴിച്ച കുഴി നീ തന്നെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശത്രു കുഴിച്ച കുഴിക്കകത്ത് അവൻ തന്നെ വീഴും. അടുത്ത് മതിൽ പൊളിക്കുന്നവൻ അതിൽ വീഴും. സ്തോത്രം. രക്ഷ എന്ന മതിൽ സ്വർഗം പണിത് വെച്ചാൽ തെറ്റിന് വായിച്ചു. മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. സ്തോത്രം. ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. രക്ഷ എന്ന മതിൽ ദൈവം പണിത് വെച്ചു. എന്തിനാ പണിതത്? ദൈവ പരിജ്ഞാനം എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ ദൈവം തന്ന ഗിഫ്റ്റ് രക്ഷ എന്ന മതിൽ ദൈവം പണിതു. സ്തോത്രം. അത് പൊളിക്കുന്നവനെ പാമ്പ് കടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും നശിപ്പിക്കുവാൻ മൺവെട്ടി വികാസ് എല്ലാം കൊണ്ട് ശത്രു ഇങ്ങനെ വളരെ ഗമയിൽ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വരികയാണ്. സ്തോത്രം. അവർ വരുമ്പോഴേക്ക് അടുത്തുള്ള പറയടേ പ്രശ്നമാണ്, ഞങ്ങൾ അവന്റെ മതിലിന്റെ ഒരു കല്ലിളക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ കൂടെയുള്ള ചിലരെ പാമ്പ് കടിച്ചു. അവര് ഭൂമിയിൽ. സ്തോത്രം. ഇല്ല, ഞങ്ങളുടെ ഒപ്പം മതിൽ പൊളിക്കാൻ വന്നവരാരും ഇല്ല. ഞങ്ങൾ വല്ലവരെയും രക്ഷപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടതിന് ദൈവം ഒരുത്തിനെ നിർത്തും. സ്തോത്രം. ഹല്ലേലൂയ. ബാക്കി 99 ദൈവത്തെയും കൊല്ലും. ഒരുത്തിനെ നിർത്തും. എന്നറിയാമോ? ഇനി ആരെങ്കിലും വന്നാൽ സ്തോത്രം. ഇനി ആരെങ്കിലും വന്ന് മതിൽ പൊളിക്കാൻ ശ്രമിച്ചാൽ അവർ പറയും പൊന്നപ്പി സ്തോത്രം അങ്ങോട്ട് പോകരുത്, അവർ പ്രാർത്ഥിക്കുന്നവരാ. സ്തോത്രം. ഒന്നേ നിങ്ങൾ അങ്ങോട്ട് പോകരുത്, അവർ ആരാധിക്കുന്നവരാ. അവിടെ മതിലിന്റെ പ്രത്യേകത അത് രക്ഷയുടെ മതിലാ. അത് പൊളിക്കുന്നവരെ പാമ്പ് കടിക്കും. സ്തോത്രം. ഒരു പുതിയൊരു ഉറപ്പ് ഇന്ന് രാത്രി പ്രാപിച്ചു എഴുന്നേച്ചാൽ മതി. സ്തോത്രം. നിന്റെ വീട്ടിനകത്ത്, നിന്റെ അതിരിനകത്ത്, വസ്തുവിനകത്ത് കയറി വന്ന മതിലെ പൊളിക്കുമെന്ന്. ഹല്ലേലൂയ. നിന്റെ വേലിയെ പൊളിക്കുമെന്ന്, നിന്റെ ആരോഗ്യം നശിപ്പിക്കുമെന്ന്. നീ തുറക്കുന്ന ശബ്ദം കൊണ്ടായിരിക്കാം മതിൽ പൊളിക്കുന്നവരെ പാമ്പ് കടിക്കും. അവർ കുഴിച്ച കുഴി
കൃപ 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 ഈ രാത്രി ശക്തമായി ആരാധിക്കാം. ഹല്ലേലൂയ. നിന്റെ മകനെ പൊളിക്കുവാൻ, നിന്റെ വീടിനെ പൊളിക്കുവാൻ, നിന്റെ ഭർത്താവിനെ പൊളിക്കുവാൻ, നിന്റെ ഹല്ലേലൂയ ഭാര്യയെ പൊളിക്കുവാൻ, നിന്റെ തലമുറകളെ പൊളിക്കുവാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. പട്ടത്തിൽ വികാസം വരുന്ന ശത്രുവിനെ സ്വർഗ്ഗം പറയാ പാമ്പ് കടിക്കും. കൃപ 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 കൃപ. അല്ലാത്തൊരു പാമ്പ്, രക്ഷമുള്ളൊരു പാമ്പ്, അങ്ങനെയാവുള്ളൊരു പാമ്പ്, ആ സർപ്പം ഹല്ലേലൂയ ചിലരെ കടിക്കുവാൻ പറയാ, ചിലരെ വിഴുങ്ങുവാൻ പറയാ. നിന്റെ ദേശത്ത് പാർപ്പിക്കയില്ലെന്ന്, സുരക്ഷിതമായി പാർക്കുവാൻ അനുവദിക്കയില്ല എന്ന്, അവരുടെ കിടന്നുറങ്ങാൻ സമ്മതിക്കയില്ല എന്ന് വാഴപതി പറയുന്ന ചിലരെ സ്വർഗ്ഗത്തിലെ ദൈവം പറയാ, അവർ മതിൽ പിടിക്കുന്നവരെ പാമ്പ് കടിക്കുവാൻ ഇടയാക്കിയത്. ഇന്ന് രാത്രി ഹല്ലേലൂയ രക്ഷയുടെ വാതിലിനെ പൊളിക്കുന്ന ഹല്ലേലൂയ വെട്ടുന്നവരെ സ്വർഗ്ഗം പാമ്പ് കടിക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു വൈദ്യനും ഒരു ഡോക്ടർക്ക് ചികിത്സിച്ച് ഭേദമാക്കുവാൻ പറ്റാത്തതിനെ ഓ സർപ്പം, ഉഗ്രവിഷയമുള്ള സർപ്പം, ചില പാമ്പുകൾ അവരെ കടിക്കുവാൻ പോകുക. ഓ ഈ ആരാധിച്ചത് പേര് ദൈവത്തെ അറിഞ്ഞതിന്റെ പേരിൽ അവൻ പുറകെ നടന്ന് ശല്യം ചെയ്ത പുറകെ നടന്ന് ഹല്ലേലൂയ ആരാധിച്ചത് എന്ത് കിട്ടുമെന്ന് ചോദിച്ചവരോട് രക്ഷയുടെ വാതിൽ തുറന്നുകൊണ്ട്, രക്ഷയുടെ വാതിൽ തുറന്നുകൊണ്ട് അവൻ സ്തുതി എന്ന വാതിൽ തുറന്നുകൊണ്ട് പറയാ, അവൻ ഹല്ലേലൂയ ഈ സകല വിട്ടുപോയത് ലോകത്തിലെ സകല വാതിലുകൾ വിട്ടുപോയതുകൊണ്ട് ഇത് രാത്രി പറയാ, നിനക്ക് വേണ്ടി ഞാനൊരു മതിൽ പണിയുക. അത് രക്ഷയുടെ മതില. അത് ആര് വിളിക്കുന്നുവോ അവരെ പാമ്പ് കടിക്കും. ഹല്ലേലൂയ. അവൻ നിന്റെ പുരയിടത്തകത്ത് ആര് കുഴികുത്തുന്നുവോ അവരെ കുഴിക്കകത്ത് തള്ളിയിടും. അവരുടെ നാശം കാണുവാൻ കുഴികുത്തിയവൻ ഹല്ലേലൂയ കുഴി കുഴിച്ചിട്ട് നാശം കാണുവാൻ നിന്നെ നശിപ്പിക്കുവാൻ ആ കുഴിക്കകത്ത് അവരെ കാട്ടിൽ കിടക്കുന്ന ആളെ വാരി കുഴി ഒഴിച്ച് ആ കുഴിക്കകത്ത് തള്ളിയിടുവാൻ ശ്രമിച്ച അവൻ വെട്ടിച്ചവൻ ഹല്ലേലൂയ ദേശത്ത് ഒരു ആളെപ്പോലെ വലിപ്പമുള്ളവനായി, പ്രതാപമുള്ളവനായി, ഹല്ലേലൂയ ആരോഗ്യമുള്ളവനായി, ഹല്ലേലൂയ ആരാധിച്ചുകൊണ്ട് കുഴിക്കകത്ത് തള്ളിയിടുവാൻ ആഗ്രഹിച്ച വ്യക്തിത്വം ഇന്ന് രാത്രി ഞാൻ പറയാ, നീ കുഴിച്ച കുഴിക്കകത്ത് നീ തന്നെ വീഴും. കുടുംബത്തിനെ സുരക്ഷിത കാണാതെ, കുടുംബത്തിനെ കാണാതെ, കുടുംബത്തെ സമാധാനം നഷ്ടപ്പെടുത്തുവാൻ ചില കുഴികൾ കുഴിച്ചു വെച്ചത് അവരുടെ മതിലുകൾ പൊളിക്കുവാൻ വന്നവരെ സ്വർഗ്ഗം പറയാ, ഈ ആ കുഴിക്കകത്ത് വീഴുക മാത്രമല്ല പാമ്പ് കടിയേൽക്കുവാൻ പറയാ. കളിച്ച കളിയല്ല, നിന്റെ കളി പഠിപ്പിക്കുന്ന ദൈവമാണ്. ഓ പ്രാർത്ഥിക്കണേ മകളെ, ആരാധിക്കണേ മകളെ. നിന്നെ തകർക്കുവാൻ ആരെ കൊണ്ട് കഴിയത്തില്ല, നിന്നെ തകർക്കുവാൻ ആരെ കൊണ്ട് കഴിയത്തില്ല. കാരണം രക്ഷയുടെ മതിലിനെ കൊണ്ട്, രക്ഷയുടെ മതിലിനെ കൊണ്ട് നിന്നെ ആര് തൊടുന്നുവോ തൊടുന്നവരെ തട്ടുന്നവരോ സ്ഥാനം ഇന്ന് രാത്രി ദൈവത്തിനകത്ത് സാധിക്കുന്നതെന്ന് വിചാരിക്കട്ടെ. നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ അതിനകത്ത്, വസ്തുവകയ്ക്കകത്ത്, നിന്റെ സ്ഥാപനത്തിനകത്ത്, നിന്റെ ബിസിനസ്സിനകത്ത്, ഹല്ലേലൂയ നിന്റെ മക്കൾ പാർക്കുന്ന ആളുകൾക്ക്, നിന്റെ മക്കൾ പോകുന്ന സ്കൂളിനകത്ത്, കോളേജിനകത്ത്, ട്യൂഷൻ സെന്ററിനകത്ത്, ഹല്ലേലൂയ ഹല്ലേലൂയ രക്ഷയുടെ മതിൽ സ്വർഗ്ഗം പണിതു വയ്ക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ കൃപ 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 കൃപ. ഓ ഹല്ലേലൂയ അത് വിദേശത്തായാലും സ്വദേശത്തായാലും ഒരുപോലെ സ്വർഗ്ഗം ഹല്ലേലൂയ രക്ഷയുടെ മതിൽ പണിതു വയ്ക്കുക. അത് പൊളിക്കുന്നവൻ, അത് പൊളിക്കുന്നവൻ ഹല്ലേലൂയ പാമ്പ് കടിയേൽക്കും. അത് പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. ഹല്ലേലൂയ അവരെ കൃപ 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 കൃപ. നിന്റെ പേരുള്ള അവൻ യേശുവിന്റെ രക്തത്തെ, ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ അവൻ ഹല്ലേലൂയ അലിച്ചു കളയുവാൻ കഴിയത്തില്ല. കാരണം ഹല്ലേലൂയ കുഞ്ഞാട്ടിന്റെ രക്തം ഹല്ലേലൂയ നീ തളിക്കപ്പെട്ടവളാ. ഹല്ലേലൂയ ഹല്ലേലൂയ
ഇന്ന് രാത്രി രക്ഷക തിരിച്ചറിയുക. ഓ, നിന്റെ മതിലിന്റെ രക്ഷ എന്ന പേര്, നിന്റെ വാതിലിന്റെ സ്തുതി എന്ന പേര്. കൃപ, കൃപ, കൃപ. മതിൽ പൊളിക്കുന്നവരെ പാമ്പ് കടിക്കും. ഹല്ലേലൂയ. മതിൽ പൊളിക്കുന്നവരെ പാമ്പ് കടിക്കും. ഹല്ലേലൂയ. നിന്റെ അതിനകത്ത് കുഴി കുത്തുന്നവൻ അതിനകത്ത് വീഴും. ഹല്ലേലൂയ. അറിഞ്ഞുകൊണ്ട് നീ ഓടി വരും. ഹല്ലേലൂയ. നിന്റെ പൂരണത്തിനകത്ത് കയറുകയില്ല. അറിഞ്ഞുകൊണ്ട് ഒരു ഹല്ലേലൂയ. നിന്റെ സഭയ്ക്കകത്ത് കയറുകയില്ല. അറിഞ്ഞുകൊണ്ട് ഒരുവരും നിന്നോട് കളിക്കുവാൻ വരികയില്ല. കാരണം രക്ഷയുടെ വാതിൽ, രക്ഷയുടെ മതിൽ പണിത് വെച്ചതല്ല. അതിനെ ആര് പൊളിക്കുന്നുവോ അവൻ ഹല്ലേലൂയ പാമ്പ് കടിക്കും. അവരെ പാമ്പ് കടിക്കും. ഒന്നരകളും ദൈവം ഹല്ലേലൂയ അവരെ സമാധാനപ്രിയനായി അവരെ രാത്രി പറയാ ഈ 2024 അവരെ ഈ ഹല്ലേലൂയ ഈ 4-ാം മാസത്തിൽ ഈ ദൈവത്തെ ആരാധിച്ച് ഭക്തിയോടെ ജീവിക്കുകയാണെങ്കിൽ, ദൈവപരിഹാരത്തിൽ ദൈവം ജീവിക്കുകയാണെങ്കിൽ, ഈ ലോകത്തിലെ സകല ചപ്പത ചവറ വേണ്ടി ഈ ഹല്ലേലൂയ ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ ഒരു രക്ഷയുടെ മതിൽ സ്വർഗ്ഗത്തിലേക്ക് ഒരു പണിതയായ ആ ശിക്ഷയുടെ മതിലല്ല, രക്ഷയുടെ മതിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. സകല ശിക്ഷാവിധിയിൽ നിന്നും അകപ്പെട്ടു പോകാതെ രക്ഷിച്ചെടുക്കുന്ന മതിൽ സ്വർഗ്ഗമായ ആ മതിൽ പൊളിക്കുന്നവരെ പാമ്പ് കടിക്കും. കൃപ, 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 കൃപ. നീ ചിന്തിച്ചു, ആമേ, എന്റെ മാതാവ് പണിതൊരു മതിലാണ്, എന്റെ പപ്പ പണിത മതിലാണ്, എന്റെ സുരക്ഷിതത്തിന്റെ മതിലാണ് എന്ന് അത് പൊളിയപ്പെടും. ഹല്ലേലൂയ. ദൈവം പണിതതിനെ പൊളിക്കുവാൻ ആരെക്കൊണ്ട് കഴിയുകയില്ല. ഇന്ന് രാത്രി ദൈവം പണിതു വെച്ചതിനെ ആര് പൊളിക്കുവാൻ തയ്യാറാകുന്നുവോ അവരെ ഹല്ലേലൂയ പാമ്പ് കടിക്കുമെന്ന്. കൃപ, കൃപ, കൃപ. ഓ, നിന്റെ ദേശത്തിന് ഒരു സാഹസവും നടക്കത്തില്ല. നിന്റെ അതിനകത്തൊരു ശൂന്യനാശം നീ കേൾക്കത്തില്ല. ഹല്ലേലൂയ. സകല നാശവും ഇന്ന് രാത്രി പുറത്തു പോകട്ടെ. സകല നാശവും പുറത്തു പോകട്ടെ. നശിച്ചത് മതി, നശിച്ചത് മതി, നശിപ്പിച്ചത് മതി. ഇതൊക്കെ നാശമല്ല, രക്ഷ വരുവാൻ പോകുകയാണ്. ഓ, കൃപ, 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 കൃപ. കൃപ, 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 കൃപ. ഈ രാത്രി നീ പറയുക, ഇത് ഞാൻ ശിക്ഷിക്കത്തില്ല. മകളെ, മകളെ, എന്റെ പണി ഞാൻ അതിനുള്ളതുകൊണ്ട്, എന്റെ ഞാൻ അതിനുള്ളതുകൊണ്ട്, എന്റെ കൃപയിലുള്ളതുകൊണ്ട് നീ തകർന്നു പോകയില്ല, നീ നശിച്ചു പോകയില്ല. നിനക്ക് രക്ഷയുടെ മതിലുകൾ പണിതുവാൻ പോകും. പൊളിച്ചു മാറ്റുവാൻ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗത്തിലും അവരെ പൊളിച്ചു മാറ്റി അവർ പുതിയൊരു മതിലുക അവനെ പൊട്ടിപ്പൊക്കിയത് വലിപ്പമുള്ളത് വിശാലമായത് കണ്ണത്തെ ദൂരത്ത് പൊക്കിപ്പോ കെട്ടിപ്പൊക്കിയ ഹോളിന്റെ കോട്ടകൾ ഇന്ന് രാത്രി തകർന്നിരിക്കുക. ആളുകൾ സിനിമയിലെ ആള് എത്ര വലിയ പർവ്വതമായാലും സമഭൂമിയാകുവാൻ പോകയാ, സമഭൂമിയാകുവാൻ പോകയാ. ഇന്ന് രാത്രി ആരാധിക്കുവാൻ തയ്യാറാണെങ്കിൽ ചില കോട്ടകൾ കൊട്ടളങ്ങൾ ശത്രു കെട്ടിപ്പൊക്കിയത് കോട്ട കൊട്ടളകൾ അവരുടെ കാൽക്കിൽ വെള്ളം പോകയാ. ഇതിനെ നശിപ്പിക്കുവാൻ പുറത്തിറങ്ങുവാൻ കഴിയാതെ, അകത്തു പോകുവാൻ കഴിയാതെ, നിന്നെ ഒതുക്കി വെച്ചത് ആരാധിക്കുവാൻ കഴിയാതെ, അത് സ്തോത്രം പറയുവാൻ കഴിയാതെ, നിന്നെ ഒതുക്കി വെച്ചത് മണ്ഡലങ്ങളെ സ്വർഗ്ഗം പറയാ. രക്ഷയുടെ വാതിൽ നിനക്ക് വേണ്ടി നിങ്ങൾ ഹല്ലേലൂയ പണി വെച്ചിരിക്കുക. ആ രക്ഷയുടെ വാതിൽ, ആ രക്ഷയുടെ വാതിൽ ഇന്ന് രാത്രി ഇത് കാണുകയാ. നഷ്ടപ്പെട്ടു പോയ ദർശനം, നഷ്ടപ്പെട്ടു പോയ സ്വപ്നം, നഷ്ടപ്പെട്ടു പോയ കൃപാവരങ്ങൾ, നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതം, നഷ്ടപ്പെട്ടു പോയ വിശുദ്ധ ജീവിതം. ഹല്ലേലൂയ. ദൈവം മടക്കി തരികയാ. ഇന്ന് രാത്രി മടക്കി തരികയാ. കൈവിട്ടു പോയത്, അകന്നു പോയത് സ്വർഗ്ഗം തിരികെ തരികയാ. ഇന്ന് രാത്രി നീ പ്രാപിക്കുക, നീ പ്രാപിക്കുക. ഇന്ന് രാത്രി പറ, ദൈവമേ, രക്ഷയുടെ മതിൽ അതിനകത്ത് സുരക്ഷിതമായി നിർഭയമായി ഉറങ്ങുവാൻ പോകയാ. എന്റെ കാഴ്ചകൾ ഹല്ലേലൂയ പല പല ഭയാനകമായ കാഴ്ചകൾ
അറിയുന്നില്ലെങ്കിലും സകലം അറിയുന്നൊരു കർത്താവ്. നിന്റെ വാഹനത്തിന്റെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ നീ മറന്നാലും അത് അറിയുന്നൊരു ദൈവം. ഇവിടെ അനുഭവ മക്കളുടെ അവർ ഫീസ് കെട്ടേണ്ട സമയം നീ മറന്നാലും അത് മറക്കാതെ നിനക്ക് തരുന്നൊരു കർത്താവ്. നിന്റെ പോക്കറ്റ് കാലിയാകുമ്പോൾ ഭാര്യ അറിഞ്ഞില്ലെങ്കിലും അപ്പനും അമ്മ അറിഞ്ഞില്ലെങ്കിലും നിന്നെ അറിയുന്നൊരു കർത്താവുണ്ട്. ആ ദൈവം നിന്റെ പോക്കറ്റിനകത്ത് നിറയ്ക്കുവാൻ കഴിവുള്ള ദൈവം, സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്ന ദൈവം, ആത്മീയ അനുഗ്രഹിക്കുന്ന ദൈവം ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. പറ, ദൈവമേ ഞാൻ മാലിന്യം വിട്ടുപോകുക. യേശുവേ കെണി പൊട്ടണം, കെണി പൊട്ടണം. കെണി പൊട്ടിയാൽ ദൈവം ചിലത് ഒരുക്കി. ദൈവ പരിജ്ഞാനം ഇന്ന് രാത്രി പ്രാപിച്ചെടുക്കുക. സ്തോത്രം. അടുത്ത ഭാഗം വായിച്ചോട്ടെ. കല്ല് വെട്ടുന്നവന് അതുകൊണ്ട് തന്നെ സ്തോത്രം. ആമേൻ. അങ്ങനെ നല്ല പാറപ്പണി നല്ല അറിയാം. സ്തോത്രം. കല്ല് വെട്ടുന്നവന് സ്തോത്രം ചതവ് സംഭവിക്കും. സ്തോത്രം. നമ്മൾ അറിയാതെ നമ്മുടെ പുരയിടത്തിനകത്ത് നിന്ന് ചില കല്ലുകൾ വെട്ടി മാറ്റുന്നവൻ, മതിലുള്ള ചില കല്ലിനെ അടർത്തി മാറ്റുവാൻ ശ്രമിക്കുക, ചില ബന്ധങ്ങളെ അടർത്തി മാറ്റുവാൻ ശ്രമിക്കുന്നവന് ചതവ് സംഭവിക്കും. ഞാൻ അറിയാതെ എന്റെ ഭാര്യയെ ഒരുവന് തൊടാൻ പറ്റത്തില്ല. തൊട്ടാൽ അവനെന്ത് ചെയ്യും? ചതവ് സംഭവിക്കും. ഞാൻ അറിയാതെ എന്റെ മക്കളെ ഒരു തൊടാൻ പറ്റത്തില്ല. തൊടുന്നവന് ചതവ് സംഭവിക്കും. ഇന്ന് രാത്രി ദൈവം നമുക്ക് ചുറ്റും സുരക്ഷിതരായി നിൽക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പരിചയം പിടിച്ച് നിൽക്കുക. സ്തോത്രം. ഇനി ആരെങ്കിലും നമ്മുടെ അസ്ഥിവാരം തോണ്ടുവാൻ, കുടുംബത്തിന്റെ ഭദ്രതയെ തകർക്കുവാൻ, ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുവാൻ അവൻ ചിന്തിച്ചുകൊണ്ട് കല്ല് വെട്ടിയാൽ ആമേൻ, അവൻ അപ്പോൾ തന്നെ ആ കൈ പിറകിലേക്ക് വലിക്കും. നീട്ടിയ കൈ, ആയുധമുള്ള കൈ, ആരോഗ്യമുള്ള കൈ നിന്റെ നേരെ ഓടുകയില്ല, നിന്റെ നേരെ നീട്ടുകയില്ല. നിങ്ങളുടെ അവർ കല്ലിനെ വെട്ടിയെടുക്കത്തില്ല. കാരണം വെട്ടിയവർ വിവരമറിയും. ഇന്ന് രാത്രി എനിക്ക് നിനക്ക് വിരോധമായി, നമുക്ക് വിരോധമായി കല്ലുകളെ വെട്ടിയെടുക്കുന്ന ഒരു കല്ല് വെട്ടുകാരനെ ഇരിക്കത്തില്ല. അവന്റെ കൈ കുഴഞ്ഞു പോകും, അവന്റെ ആരോഗ്യം ക്ഷയിച്ചു പോകും. ചതവ് 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 ദണ്ഡനമേൽക്കും, ദണ്ഡനമേൽക്കും. അവൻ ദണ്ഡനമേൽപ്പിക്കുവാൻ പോയ ഈ ആരാധനയിൽ നിന്റെ കുടുംബത്തെ തകർക്കുക, നിന്റെ ഭാര്യയെ തകർക്കുക, നിന്റെ ഭർത്താവിനെ തകർക്കുവാൻ, നിന്റെ മക്കളെ തകർക്കുവാൻ, നിന്റെ സമ്പത്തിനെ വെട്ടിയെടുക്കുവാൻ ആഗ്രഹിക്കുക വ്യക്തിത്വ ചതവപ്പെടുക, ചതക്കപ്പെടുക, ചതക്കപ്പെടുക. കൃപ 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 ഇന്ന് രാത്രി ശത്രുവുള്ള ഒരു പ്രഹരമായി മാറട്ടെ. നിങ്ങളുടെ സ്തോത്രവും സ്തുതിയും ആരാധനയും പറയുമ്പോൾ ശത്രു ചതയുകയാ. നിന്നെ വെട്ടി നശിപ്പിക്കുവാൻ, ഒരു കല്ല് വെട്ടുന്നത് പോലെ അവൻ വെട്ടി നശിപ്പിക്കുവാൻ ഇറങ്ങി തിരിച്ചവൻ കല്ല് വെട്ടുകാരൻ അവന് ചതവ് സംഭവിക്കുവാൻ എത്രയോ പ്രാവശ്യം എത്രയോ പ്രാവശ്യം കുടുംബത്തിനകത്ത് കയറി കളിച്ചു, എത്രയോ പ്രാവശ്യം സഭയ്ക്കകത്ത് കയറി കളിച്ചു, എത്രയോ പ്രാവശ്യം വ്യക്തികളുടെ ഇടയിലേക്ക് അവർ കയറി വന്ന് ചില കല്ലുകളാകുന്ന ബന്ധത്തെ വെട്ടിയെടുത്ത് ഹല്ലേലൂയ നശിപ്പിക്കുവാൻ ശ്രമിച്ച കല്ല് വെട്ടുകാരൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനും നിങ്ങളും അല്പം നോട്ടക്കുറവുണ്ടെങ്കിൽ ശ്രദ്ധിക്കാതിരുന്നാൽ വിലപിടിപ്പുള്ള ചില കല്ലുകളെ അവൻ വെട്ടിക്കൊണ്ടുപോകും. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് പുഷ്ടിയുള്ളത്, ആരോഗ്യമുള്ളത്, നല്ലതിനെ വെട്ടിക്കൊണ്ടുപോകുവാൻ ചില കല്ല് വെട്ടുകാർ തുണിതി ഇറങ്ങുമ്പോൾ നീ ഉറങ്ങുന്നതെന്ന്
കണ്ടിട്ട് നീ കാണാത്തവനെ പോലെ എന്തുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗത്തിൽ രാത്രി പറയുക കല്ലുവെട്ടുകാരൻ അത് വീട്ടിനകത്ത് കയറി വന്ന ദേശത്തകത്ത് കയറി വന്നിട്ട് സഭയ്ക്കകത്ത് കയറി വന്നിട്ട് ഓ കല്ലുവെട്ടുകാരനല്ലയോ അവനെ വെട്ടിയിട്ട് പോട്ടെ എനിക്കെന്താ ഛേദം ഹല്ലേലൂയ എന്ന് പറഞ്ഞിരിപ്പാനല്ല ഇന്ന് രാത്രി നീ ആരാധിക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് ഒരു ചെറിയ കല്ലിനെയോ ഒരു വലിയ കല്ലിനെയോ അവർ കൊണ്ടുപോകത്തില്ല കൊണ്ടുപോകുവാൻ നീളത്തെ ഹല്ലേലൂയ വന്ന അവൻ കല്ലുവെട്ടുകാരന് ചതവ് സംഭവിക്കും യേശുവിന്റെ നാമത്തിൽ അവൻ ചതവ് ഇന്ന് രാത്രി സ്വർഗ്ഗം കൊടുക്കുക യേശുവിന്റെ നാമത്തിൽ അവൻ ഹല്ലേലൂയ നിന്റെ ബന്ധത്തെ തകർക്കുവാൻ ചില കല്ലുകളെ തകർക്കുവാൻ വെട്ടിയെടുക്കുവാൻ വന്നവനെ അവന്റെ ആയിരത്തെ അവരെ വെട്ടിച്ചിട്ട് സ്വർഗം പറയുക നീ വന്നതുപോലെ തിരിച്ചു പോകത്തില്ല നീ ആരോഗ്യമുള്ളവനാ ആമേൻ ഹല്ലേലൂയ സ്തോത്രം നീ വന്നതുപോലെ തിരിച്ചു പോകത്തില്ല നീ വെട്ടിയാൽ വെട്ടി അവൻ വിവരം അറിയും കല്ല് വെട്ടാൻ അവൻ ആഗ്രഹിച്ചാൽ അവന് പറയുക ഇന്ന് വരെ ഞാൻ നോക്കിയത് എന്റെ കണ്ണിൽ പെട്ടത് ഞാൻ വെട്ടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട് സ്തോത്രം പക്ഷേ എനിക്ക് ഇതിന് പറ്റുന്നില്ല ഈ കല്ലിനെ വെട്ടാൻ എനിക്ക് പറ്റുന്നില്ല കാരണം വെട്ടുന്തോറും ചതവരിക്കും വെട്ടുന്തോറും എനിക്ക് മുറിവ് വെട്ടുന്തോറും എനിക്ക് നിലവിളി വെട്ടുന്തോറും എനിക്ക് വേദന ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ നീ ആരാധിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി നിന്നെ വെട്ടുവാൻ ആഗ്രഹിക്കുന്ന നിന്നെ രക്ഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഓ ഹല്ലേലൂയ ചില മുറിവുകൾ ചില ചതവുകൾ അവർക്ക് ഏൽക്കൊടുക്കുക നിനക്ക് നാശം വിതയ്ക്കുവാൻ നിന്നെ നശിപ്പിക്കുവാൻ ശ്രമിച്ച വ്യക്തിത്വങ്ങൾ ഇന്ന് നാശത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക നിന്നെ രോഗിയാക്കുവാൻ ശ്രമിച്ചവൻ അവൻ രോഗിയായി തീരുകയാണ് ഇല്ലാത്ത കള്ളക്കണക്ക് പറഞ്ഞ് കള്ളക്കണക്കിനെ നിരത്തി വെച്ച് ചതിപ്രയോഗത്തിലൂടെ സ്വന്തം സമ്പത്തിനെ കയ്യാറി വെച്ചവൻ ഇന്നവൻ ഹല്ലേലൂയ ദേശങ്ങളുടെ ഗതിയില്ലാതെ അണിനിരക്കുക അവനെ പാർക്കുവാൻ പട്ടണമുണ്ട് ഭവനമുണ്ട് വാഹനമുണ്ട് ഉറക്കമില്ല ഗതിയില്ലാതെ പിടിക്കുവാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയ പറയാ എന്റെ നിലനിൽപ്പുള്ള കല്ലിനെ നീ വെട്ടിയതുകൊണ്ട് നിനക്ക് ചതവ് വരുവാൻ എന്റെ രക്ഷ ഞാൻ രക്ഷയുടെ മതിൽ പണി വെച്ചപ്പോൾ ആ മതിന്റെ കല്ലുകളെ ആ മതിന്റെ ബന്ധങ്ങളെ തകർക്കുവാൻ ശ്രമിച്ച വ്യക്തിത്വമേ നീ ചതവേൽക്കവനാ ഓ മുറിവല്ല കേട്ടോ ചതവ് ഓ മുറിവ് എല്ലാവരും കാണും ചതവ് ആരും കാണുകയില്ല ഓ മുറിഞ്ഞാൽ ആ മുറിവിനെ ചികിത്സിക്കാൻ ചതവിനെ ചികിത്സിക്കുവാൻ കഴിയത്തില്ല നിന്റെ ഹൃദയത്തിനകത്ത് ചതവ് ആ ചതവിനെ ആർക്കും കണ്ടുപിടിക്കുവാൻ കഴിയുകയില്ല മതി ഓ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ദുഷ്ടൻ ചതവ് അവനോട് ചതവ് കാണിച്ചവൻ ഓ അവന് വല്ലാത്തൊരു ചതവ് അടുത്ത് വിറക് കീറുന്നവൻ അതിനാൽ ആപത്ത് വരും സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇന്ന് രാത്രി വിറക് കീറുന്നവൻ അതിനാൽ ആപത്ത് വരും അവൻ ഒരു വിറകിനെ പോലെ നിസ്സാരമായി കണ്ട് എന്നെയും നിങ്ങളെയും കീറിയെടുത്ത് കളയാമെന്ന് ഇപ്പോൾ കീറിക്കളയാമെന്ന് പറഞ്ഞ് വരുന്ന മരം വെട്ടുക സ്തോത്രം തടി വെട്ടുക വിറക് വെട്ടുക സ്തോത്രം അവർ വന്ന് വിറക് വെട്ടുമ്പോൾ അവന് അതിനാൽ സ്തോത്രം പ്രൈസ് ദി ലോർഡ് എന്നെയും നിങ്ങളെ നിസ്സാരമെന്ന് കരുതി പെട്ടെന്ന് ഒടിച്ചു കളയുമെന്ന് പെട്ടെന്ന് കീറിക്കളയുമെന്നും വീമ്പിളക്കി ഏതെങ്കിലും മരവെട്ടുകാരൻ നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് ആത്മീയ ജീവിതത്തിനകത്ത് ഇറങ്ങി പുറപ്പെട്ടാൽ അവന് അതിനാൽ ആപത്ത് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞതല്ല സർവശക്തനായ ദൈവം പറഞ്ഞ വാക്കുകൾ. ഇന്ന് രാത്രി ഒരു വാക്ക് ദൈവം നിങ്ങളോട് പറയുകയാ, ഒരു വാക്ക് കൽപ്പിക്കയാ, നിന്നെ കീറിക്കളയുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ ഒരു
അത് ദുഃഖന് അനർത്ഥമുണ്ടാകുമെന്ന്. അങ്ങനെയെങ്കിൽ ഈ വൈകിയ വേളയിൽ ഇന്ന് രാത്രി നിന്നോട് എനിക്ക് പറയാനുള്ളത്, നിന്നെ നശിപ്പിക്കുവാൻ നിസ്സാരമെന്ന് കരുതി നിന്നെ തകർക്കുവാൻ ഇറങ്ങിത്തിരിച്ചവരെ സ്വർഗ്ഗത്തിൽ വക്കീലിക്കളയുമെന്ന്. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ, ദൈവം കീറിക്കളയും. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ, ദൈവം അവരെ കീറിക്കളയും. സ്വർഗ്ഗമെന്ന് കീറുന്ന ഒരു ഒരു തടിയല്ല നീ, ഒരു പാടിയല്ല നീ. ദൈവം പറയുന്ന ചുറ്റുപാടിരിക്കുന്നത് ദൈവത്തെ മറക്കരുതേ. ദൈവത്തെ മറന്നുള്ള ഒരു കാര്യത്തിൽ നീ ഇറങ്ങി പുറപ്പെട്ടത്. ദൈവത്തെ മറന്ന് ജീവിക്കുവാനുള്ള ഒന്നിനും നീ കീഴ്പ്പെടരുത്. ശത്രു വെച്ച് കിട്ടുന്ന ഒരു അവസരങ്ങളിൽ നീ അകപ്പെട്ടു പോകരുത്. പറവോൻ വെച്ച് കിട്ടുന്ന ഒരു ഓഫറിനകത്ത് നീ കുടുങ്ങി പോകരുത്. നെബൂഖദ്നേസർ വെച്ച് കിട്ടുന്ന ഓഫറിനകത്ത് ദാനിയേലേ നീ അകപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി ദൈവത്തെ മറക്കുന്നവനെ ദൈവം കീഴ്ക്കളയും. ദൈവത്തെ ഓർക്കുന്നവരാണെങ്കിൽ നിന്റെ വിറവ് കീറുന്നത് പോലെ കീറാമെന്ന് പറഞ്ഞു വന്ന വിറക് കെട്ടുകാരനെ സ്വർഗം കീറിക്കളയും. അവനെ ദൈവത്തെ മറക്കുന്നവരെ ദൈവം കീറും. ദൈവത്തെ നീ ഓർക്കുവാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന്റെ മുഖം നോക്കി നീ ആരാധിക്കുവാൻ തയ്യാറാണെങ്കിൽ, ദൈവ പരിജ്ഞാനത്തിൽ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുവാൻ നീ തയ്യാറാണില്ലെങ്കിൽ, നിന്നെ നശിപ്പിക്കുവാൻ വരുന്നവനെ ആ വിറകുകെട്ടുകാരനെ സ്വർഗം കീറിക്കളയും. അവൻ ആപത്ത് വരാൻ പോകയാ. ഇന്ന് രാത്രി മതി. എന്റെ മക്കളെ തൊട്ടത് മതി. എന്റെ മക്കളുടെ അവസരങ്ങളെ തുറച്ചത് മതി. എന്റെ മക്കളെ ചവറാക്കിയത് മതി. ഇനി എന്റെ മക്കളെ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിതാവ് സ്വർഗത്തിൽ എഴുന്നേറ്റിരിക്കുക. മതി മതി മതി, എന്റെ മക്കളെ തൊടുവാൻ ഇനി ഞാൻ ആരെയും അനുവദിക്കത്തില്ല. എന്റെ മക്കളെ നശിപ്പിക്കുവാൻ ഞാൻ ഇനി ഒരു വിറവ് കെട്ടുകാരനെ അനുവദിക്കത്തില്ല. ഒരു കുലി കുടിക്കുന്നവരെ ഞാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. നശിപ്പിക്കുവാനും കൊള്ളിക്കുവാനും വരുന്നവരെ അത് പാമ്പ് കടിക്കുമെന്ന്. ഹല്ലേലൂയ. അവരെ കുഴിക്കുന്ന കുഴി അവൻ തന്നെ വീഴുമെന്ന്. വിറക് വെട്ടുകാരനെ ഹല്ലേലൂയ ആപത്ത് സംഭവിക്കുമെന്ന്. വിറക് വെട്ടുകാരന്റെ ആയുധം അവന് ഉതകത്തില്ല. അവന്റെ പ്രാണനെടുക്കുമെന്ന്. ശത്രുവിന്റെ ആയുധം അവൻ മീൻ വിളക്കിക്കൊണ്ട് അരയിൽ വെച്ച് കൊണ്ടുപോയ ആയുധം. ഹല്ലേലൂയ. ഗോലിയാത്തേ, നീ പൊക്കമുള്ളവനാകാം, നീ വണ്ണമുള്ളവനാകാം, നീ പോരാളിയാകാം, നീ സല്ലനാകാം, പക്ഷെ ദൈവത്തോട് കളിക്കരുതേ. ദൈവമക്കളോട് കളിക്കരുത്. അഭിഷേകമുള്ള ദാവീദിനോട് കളിക്കരുത്. നിന്റെ കയ്യിലെ ആയുധം ദാവീദിന്റെ കയ്യിലേക്ക് വരുവാൻ പോകുകയാ. ഇന്ന് രാത്രി ശത്രുവിന്റെ കയ്യിലെ ആയുധം നിന്റെ കയ്യിലേക്ക് വരുവാൻ പോകുകയാ. ശത്രുവിന്റെ കയ്യിലെ ആയുധം നിന്റെ കയ്യിലേക്ക് വരുവാൻ പോകുകയാ. അവൻ പ്രവൃത്തിയോടെ പ്രതാപത്തോടെ അഹങ്കാരത്തോടെ കൊണ്ടുവരുന്ന വാള് നിന്റെ കയ്യിലേക്ക്. അവൻ തൂക്കി നോക്കി അവൻ
ഓ കൃപ 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 കൃപ. അടുത്ത വാക്കുകൾ വായിച്ചോ വേഗത്തിൽ. ഇരുമ്പായുധം. ആ മൂർച്ചയില്ലാതിട്ട് ആ അതിന്റെ വാറ്റില് തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആയുധത്തെ നേരവണ്ണം ഉപയോഗിച്ചില്ല എങ്കിൽ ആയുധം തേഞ്ഞു പോകും. ആയുധം തുരുമ്പെടുത്തു പോകും. അതിന് ഉപവാസം എന്ന അരം, പ്രാർത്ഥന എന്ന അരം, വിശ്വാസം എന്ന അരം കൊണ്ട് ആ ആയുധത്തെ ഒന്ന് മൂർച്ച കൂട്ടിയാൽ മിനുസമുള്ള ആയുധം ഒറ്റ വെട്ടിന് ശത്രു നശിപ്പിക്കുവാൻ. സ്തോത്രം. ഇന്ന് രാത്രി മിനുസം കുറഞ്ഞു പോയോ? ആയുധത്തിന് തുരുമ്പെടുത്തു പോയോ? എന്തെങ്കിലും ആയുധത്തിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ? ഇത് പരിശോധന ചെയ്യുക, ആത്മപരിശോധന ചെയ്യുക. കർത്താവ് എന്റെ വിലപിടിപ്പുള്ള ആയുധങ്ങൾ ഞാൻ ഒരിടത്ത് ഉപയോഗിക്കാതെ വെച്ചത് കൊണ്ട് അത് ശൂന്യമായി പോയി, അത് ഒന്നും കൊള്ളാത്തതായി മാറി. ഒരിക്കൽ കൂടി നീ എനിക്കൊരു അവസരം തരണമേ. ഇന്ന് രാത്രി ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നവർ സ്വർഗം മാനിക്കുവാൻ പോകുകയാണ്. സ്തോത്രം. വായിച്ച സംഗീതത്തിനൊക്കെ മടങ്ങി വരാം. 124 സംഗീതത്തിന്റെ 7ാമത് വാക്യം വായിച്ചാൽ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി വഴുതി പോയവൻ, രക്ഷപ്പെട്ടവൻ ദൈവത്തെ സ്തുതിക്കണം. ഇനി എനിക്കൊരു ശിക്ഷയില്ല, ഞാൻ രക്ഷപ്പെട്ടു. ദാവീദിനെ രക്ഷപ്പെടുത്തി തരാൻ നന്ദി. ആ രക്ഷകനെ അറിയുവാൻ ദൈവം ഭാഗ്യത്തിനായി. അതുകൊണ്ട് 124 സംഗീതം 1ാമത് വാക്യം. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഇന്ന് രാത്രി സ്വപ്നം കാണുന്നവരെ പോലെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം വിടുവിച്ചു. ദൈവം നഷ്ടപ്പെട്ടു പോയതൊക്കെയും മടക്കുന്ന കർത്താവ് ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ദൈവം ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ശുഭസങ്കീർത്തനങ്ങളാലും പ്രബോധനങ്ങളാലും ദൈവം അനുഗ്രഹിക്കുകയും ആസ്വദിപ്പിച്ചുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. എല്ലാവരും പറഞ്ഞാട്ടെ. സ്തോത്രം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. രാത്രി ഒരു നിമിഷം പ്രാർത്ഥിച്ച ഒരു തീരുമാനത്തോടെ, ഒരു സമർപ്പണത്തോടെ നമുക്ക് രാത്രി എഴുതാം. രാത്രി സമർപ്പണം എന്നൊക്കെ ആവശ്യമാണ്. നല്ലൊരു തീരുമാനങ്ങൾക്ക് ആവശ്യമാണ്. ഇനി ഒരു ചതിക്കുഴിക്കകത്ത് വീഴാതെ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവിനോട് നമുക്ക് പറയാം, ആ കാര്യസ്ഥ ഇവിടെ ഉണ്ട്. ഓ ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനം ഏറ്റവും ശക്തമാകട്ടെ. നിങ്ങളുടെ തീരുമാനത്തെ ദൈവം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലെ ദൈവം അറിയുന്നു. നിങ്ങളുടെ വാക്കുകൾ കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ടു. ഇനിയുള്ള നാളുകളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടിയുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവർത്തികളും ചെയ്ത ആളുകളെ മാറുവാൻ ഇടയാകണമെന്ന് നമുക്ക് ഏൽപ്പിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞാൻ ഒരുമിച്ച് അപ്രകൃതിയാണ് ഈ ജനത്തെ അപരനെ ഏൽപ്പിക്കുന്നു, അടിയനെ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, നീ ഞങ്ങൾ ഇത്രത്തോളം സ്നേഹിച്ചതായി നന്ദി. അങ്ങയുടെ കരുതലിനും കാവലിനായി സ്തോത്രം. ഈ രാത്രിയിലും ഞങ്ങൾക്ക് അങ്ങ് നൽകിയ എല്ലാ പരിജ്ഞാനങ്ങൾക്കും നന്ദി. അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യട്ടെ. അങ്ങയുടെ വചനത്തിൽ വേരൂന്നി ജീവിക്കുവാൻ ദൈവം അവസരം നേരിട്ട് പ്രാർത്ഥിക്കുന്നു. തിരികെ ഏൽപ്പിക്കുന്നു. സമാധാനത്തോട് അവൻ പോകാൻ സഹായിക്കണം. എന്ത് പ്രശ്നം, നീറുന്ന വിഷയമുണ്ടെങ്കിലും അതിന് പരിഹാരം ലഭിച്ചു എന്ന് സംതൃപ്തിയോടെ പോകേണ്ടതിന് സഹായിക്കണം. തിരികെ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം. ആശീർവാദം കർത്താവായ യേശുവിന്റെ പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാ സംഘാവിൽ നമ്മുടെ ഭൂമിയിലുള്ള സർവീസ് അവിടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട മാത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, ആമേൻ.